ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗെയിം സ്കോക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എസ് എ ഡിറക്ട് 3.0 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഏറ്റവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പവറേജ് ആക്കുക. റോഡ് ടു 200 ആണ്. അപ്പോൾ സബ്ബൊക്കെ അടിച്ച് പൊളിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഫയലിൻ്റെ ആക്സസ് കിട്ടാനായിട്ട് നിങ്ങൾ എൻ ജി ആർ പി സെർവറിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാകണം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കയറാം. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കയറിച്ചിട്ട് എനിക്ക് ഫയലിലോട്ട് ആക്സസ് കിട്ടില്ല. വേറൊരു പരിപാടിയും ചെയ്യാണ്ട് നമ്മൾ ഇൻ്റർവ്യൂ അക്സെപ്റ്റഡ് റോഡ് വേണം നമുക്ക് ഈ ഫയലിലോട്ട് ആക്സസ് കിട്ടാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയൽ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഒരു കുറുക്ക് വഴി നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ അക്സെപ്റ്റഡ് റോൾ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി സി ഡൗൺലോഡ് സെക്ഷൻ കിട്ടും. ഇതിൽ നമുക്ക് ഇവിടെ ആയിട്ട് ലഭിക്കുന്നത് ഈ എൻ.ജി.ആർ.പി പി സി ഗ്രാഫിക്സ് മോഡുമാണ്. എന്നുള്ള ഫയലാണ് നമ്മുടെ ഗ്രാഫിക്സ് മോഡ് എസ് ഡയറക്റ്റ്. ഇത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലായിട്ടുള്ള അപ്ലോഡ് ചെയ്ത ഫയലും ഉണ്ട്, മീഡിയ ഫയർ ലിങ്ക് ഉണ്ട്, രണ്ട് ത്രൂ നിങ്ങൾക്ക് കയറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോൾഡർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാം. ഇത് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങളെ നോർമൽ സാം ഫയലാണ്. അപ്പം നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു നോർമൽ മൈക്ക് ഫയൽ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അത് സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പം ഞാനിവിടെ ഈ ഇൻസ്റ്റാൾ ചെയ്ത മൈക്ക് ഫയൽ ഈ ഫോൾഡറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. കാണിച്ചു തരാം. ഈ വോയിസ് ഫയലിൻ്റെ അകത്തുള്ള ഇംഗ്ലീഷ് MRP മൈക്രോ, ഈ മൈക്ക് മാത്രം എസ് ഡയറക്ട് 3.0ൻ്റെ അകത്ത് വർക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിച്ചാവും ഫുള്ള് ഫയൽ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ മൈക്ക് ഫയൽ മാത്രം യൂസ് ചെയ്യാവൂ, അല്ലെങ്കിൽ വർക്കാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഗ്രാഫിക്സ് മോഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എപ്പോഴും ബാക്കപ്പ് ഫയൽ എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ Clio4 എന്നുള്ള ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ആക്കുക. നേരെ ഈ സാധനം ഫുള്ള് കോപ്പി ചെയ്യുക. നമ്മുടെ എൻ.ജി.ആർ.പി പി സി ഫയൽ, സോറി, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ആക്കാം. എൻ.ജി.ആർ.പി പി സി ഫയൽ എടുക്കുക, ഇതിനകത്ത് പേസ്റ്റ് ചെയ്യുക, റീപ്ലേസ് കൊടുക്കുക. നെക്സ്റ്റ് ഗ്രാഫിക്സ് മോഡ് എടുക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പി സിയുടെ സ്പെക്ക് അനുസരിച്ചുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അൾട്ര സെലക്ട് ചെയ്യുന്നു, Ctrl+C അടിച്ച് കോപ്പി ആക്കുന്നു, പേസ്റ്റ് ആക്കുന്നു. അപ്പോൾ ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന നമ്മുടെ GTA 5 HUD ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണ്ടവർക്ക് അത് ഈ മോഡ്സൊക്കെ അഡീഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ. ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ സിമ്പിൾ ഇൻസ്റ്റാളേഷൻ ഫയലാണ്. അതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഫയൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കിട്ടും. അതിൻ്റെ അത് നിങ്ങളെ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡെസ്ക്ടോപ്പിൽ എൻ്റെ ഫയൽ ഇതാണ്. സെലക്ട് കൊടുക്കുന്നു, ഫോൾഡർ ഇൻസ്റ്റാൾ ചെയ്യുന്നു, കണ്ടിന്യൂ ഇൻസ്റ്റാളേഷൻ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന HD റോഡ് മോഡാണ്. ഇത് രണ്ടും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം കയറ്റാവും, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ അത് എടുക്കുന്നു. ഇതിൻ്റെ അകത്തും ഈ ആപ്ലിക്കേഷനുള്ള ഈ ഫയൽ എടുക്കുക. എക്സ്ട്രാക്റ്റ് ആവാൻ ചെറിയ ടൈം എടുക്കുക. അപ്പോൾ തന്നെ ഒരു എസ് ഓർണം എന്നാണ് അതിൽ എസ് കൊടുക്കുക. നിങ്ങളുടെ ഫോൾഡർ ഓൾറെഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓൾറെഡി സെലക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ സെലക്ട് ഫോൾഡർ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. സാമ്പ് ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി സാമ്പ് കണ്ടിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ടൈം എടുത്തത്. സോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ കുറച്ച് സെറ്റിങ്സും മാറ്റി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു നല്ല FPS പ്രതീക്ഷിച്ച് കളിക്കുന്നവരല്ലേ, ഞാനിത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒരു സിറ്റുവേഷനിലൊന്നും എടുക്കാനായിട്ട്. കാരണം അത്യാവശ്യം നല്ല ഹെവി ഗ്രാഫിക്സ് ഫയലാണ് ഇത്. അപ്പം ഈ ഇഷ്യൂ കാണിക്കാൻ കാരണം ഞാൻ ലാസ്റ്റ് ഈ വോയിസ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഇഷ്യൂ കാണിക്കും. അപ്പോൾ ഒന്ന് വോയിസ് ഫയൽ റീഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കാണിക്കാനായിട്ടായതുകൊണ്ട് റീഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഗെയിമിൽ കയറി സിറ്റി കയറിയതിൻ്റെ ശേഷം പറഞ്ഞുതരാം ബാക്കിയുള്ള സെറ്റിങ്സ്. അപ്പോൾ അവിടെ നേരത്തെ ലോഗിൻ സ്ക്രീനിലുള്ള സ്കൈൻ്റെ അവിടെയുള്ള ഇഷ്യൂ ഒക്കെ ഫിക്സ് ആക്കാൻ പറ്റും.
അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇൻ ഗെയിം കയറണമെന്നില്ല, ജസ്റ്റ് ആ ലോഡിംഗ് സ്ക്രീനിലും ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇൻ ഗെയിം കയറിയിട്ട് ചെയ്യുന്നുണ്ടോ എന്നപ്പോൾ നിങ്ങൾ Shift+Enter അടിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാനൽ കിട്ടും. അവിടെ ഫസ്റ്റുള്ള VDC റെൻഡർ ഓഫ് ആക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കോംപ്ലക്സ് ഷേഡ് ഓഫ് ആക്കുക. പിന്നെ ടോപ്പ് അടിയിലുള്ള 4 ടിക്ക് ചെയ്യുക. ടോപ്പിലുള്ള 4 വേണമെങ്കിൽ ടിക്ക് ചെയ്യുക. നാലാമത്തെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല, അതനുസരിച്ച് ഇരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോന്നോരോന്നായിട്ട് ടിക്ക് ചെയ്ത് സേവ് കോൺഫിഗറേഷൻ അടിച്ച് ഓരോന്നോരോന്നായി ചെക്ക് ചെയ്തു. ഇപ്പം ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്ത് മോഷൻ ബ്ലറിന്റെ കാര്യം കാണിച്ചെന്നാൽ എനിക്ക് ഇങ്ങനെ മൗസ് മൂവ്മെന്റ് ചെയ്യുമ്പോൾ മോഷൻ ബ്ലർ ഇഷ്ടമാണ് യൂസ് ചെയ്യാൻ. എനിക്കത് അതിനോട് അത്ര അങ്ങ് താല്പര്യമില്ലാത്തതുകൊണ്ട് അൺടിക്ക് ചെയ്യുന്നുണ്ടുള്ളൂ. ഇതിലുള്ള ഏത് സെറ്റിങ്സും നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോന്നോരോന്നായി ചെക്ക് ചെയ്തിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. മീൻസ് ഓരോന്നോരോന്ന് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ടിക്ക് ചെയ്ത് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഇതിൽ ഞാൻ കാണിച്ചത് ഒരു നല്ലൊരു FPS പറ്റിയ സെറ്റിങ്സ് ആണ്. മോശം ബ്ലർ ഓൺ ആയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് FPS കുറയും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഇവിടെ സെൻഡ് ചെയ്യുവാണ്. ഓക്കെ, ഗുഡ് ബൈ.